ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിഡിലൻ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏതായാലും മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പാനിൽ വേണം ഉണ്ടാക്കാം കേട്ടോ. ഇത് മൺചട്ടി ചൂടായതിനു ശേഷം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം പുതോളം ചുവന്നുള്ളി അത് ചതച്ചതാണ്, ചതച്ചിട്ട് തന്നെ എടുക്കണം. മിക്സിയിൽ അരച്ചെടുക്കരുത്. കൈയിൽ നമ്മൾ ഉരൽ വെച്ച് ചതക്കില്ല, അങ്ങനെ ചതച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലാതെ മിക്സിയിലിട്ട് അരക്കരുത് ഒരിക്കലും. ചതച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി അതൊന്ന് വാടുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയത്തിലിട്ടിട്ട് വേണ്ട അതൊക്കെ ചെയ്യണം. ഫ്ലെയിം മീഡിയത്തിലിടുക. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ഇളക്കി കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് വാടി കിട്ടും. അപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ വാടി വന്നിട്ടുണ്ട്. മീഡിയത്തിലിടണം, ഫ്ലെയിമെ കൂട്ടിയിടരുത് കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉണക്കമുളക് ചതച്ചതാണ്, ഉണക്കമുളകിൻ്റെ പൊടി. അത് ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം നോക്കാൻ. എരിവ് കൂടുതലാണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് കൊടുക്കുക. ഞാൻ 3 വലിയ ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ മുളകും അതുപോലെ ചുവന്നുള്ളി ചതച്ചതുമില്ല, അത് നമുക്ക് എങ്ങനെ ആയി കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ആ പാനിൽ കിടന്നിട്ട് വറുത്ത പോലെ ആവണം. അതായത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മുരി പോലെ അങ്ങനെ ഒരു സൗണ്ട് വരും. അതായത് മുരിഞ്ഞ പോലെ ആവണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഇളക്കണ സമയത്ത് അതിങ്ങനെ വാടിയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, മുരി വരും. അതായത് മുരിഞ്ഞ പോലെ ആയി വരും. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ കിറുകിറുന്നൊരു സൗണ്ട് വരും. ആ എണ്ണ കിടന്നിട്ട് അങ്ങനെ സൗണ്ട് വരുന്ന സമയത്താണ് അതിൻ്റെ ആയ പരിവട്ട. ഇനി അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കി കൊടുക്കുക. അതായത് നമുക്ക് ആ സൗണ്ട് വരണം, അതിങ്ങനെ മുരിഞ്ഞ പോലത്തെ സൗണ്ട് വരണം. അപ്പോഴാണ് നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. എൻ്റെ ഉള്ളിയും മുളകൊക്കെ ചതച്ചത് ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. മുരിഞ്ഞ് നല്ല സൗണ്ട് വന്ന് കിരികിരി ആയിട്ടുണ്ട്. അങ്ങനെ കിരികിരി സൗണ്ട് തന്നെ വരും കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തത്. ചിക്കൻ നമ്മൾ എത്രയോ ചെറിയ പീസാക്കുന്നോ അത്രയും ചെറിയ പീസാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതാണ്. വലുതാക്കിയിട്ട് എടുത്തത് ചിക്കന് നല്ല ചെറുതാക്കിയിട്ട് തന്നെ ഇടുക. അപ്പോൾ ഞാൻ എടുത്ത ചിക്കനായിട്ടും ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ചെറുതാക്കിയിട്ട് ഇടുക. കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി ഇടുമ്പോൾ അതാണ് ടേസ്റ്റ്. അതിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് ആ മസാലയിൽ നല്ല മിക്സാക്കി കൊടുക്കണം. നമുക്കത് നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട വെച്ചാൽ ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെന്തതിന് ശേഷം പിന്നെ നോക്കിയിട്ടിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അത് മിക്സാക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെള്ളം ആഡ് ചെയ്യാതെ മിക്സ് ചെയ്തിട്ട് മീഡിയത്തിൽ ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മൺചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ആ ചിക്കനിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതാ ഇതുപോലെ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ അത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ വെള്ളമൊക്കെ വെറ്റിച്ച് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ആ മുരിഞ്ഞ ഉള്ളിയും ആ ചുവന്നുള്ളിയും ഒക്കെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലാണ് നമ്മൾ ഒരു നല്ല ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ വാടിയിട്ട് നമ്മൾ ഉള്ളി വാട്ടിയെടുക്കല്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അതായത് മുരിഞ്ഞ ആ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. മനസ്സിലാവും. ആ എണ്ണയൊക്കെ എടുത്തിട്ട് തന്നെ ഇങ്ങനെ കിറിയ സൗണ്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം മൂടി വെച്ച് ഇതുപോലെ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ ആ വെള്ളമൊക്കെ വെറ്റി വരണം. നല്ല ഡ്രൈ ആയി വരണം കേട്ടോ. ആ സ്റ്റേജ് വരെ മീഡിയത്തിൽ തന്നെ ഇടുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയത്തിലിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വെറ്റിച്ചെടുക്കുക കേട്ടോ. നമുക്ക് നല്ല ഒരു മുരിഞ്ഞ് നല്ല കറുത്ത കളർ പോലെ ചിക്കനായി കിട്ടണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വെറ്റി വരുന്നുണ്ട്. ഡ്രൈ ആയി വരുന്നത് നമ്മളിതുപോലെ ഇളക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിത് വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ ആകെ ചുവന്നുള്ളിയും ഈ ഉണക്കമുളകും ഉപ്പ് മാത്രം ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കറിവേപ്പിലയും നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ
നുള്ള ഗരം മസാലയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നല്ല ഡ്രൈ ആയി വരുന്നതിന് ശേഷം അത് ഇടണമെന്നില്ല, അതിൻ്റെ ടേസ്റ്റ് ഇതാണ്. ഇനി വേണം എന്നുള്ളവരാണെങ്കിൽ മാത്രം നുള്ള ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇളക്കി ഇതുപോലെ നല്ല കളറായിട്ട് വരും, മുരിഞ്ഞൊരു കളറായിട്ട് വരും. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയത്തിലിട്ട് തന്നെ നമ്മൾ കൈ വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നമ്മൾ വെള്ളം തീരെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ആകെ ഇത് മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആയി വരുന്നുണ്ട്. ആ എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരും. വെളിച്ചെണ്ണല്ലേ നമ്മൾ ഒഴിച്ച് കൊടുത്തത്, അതിങ്ങനെ നല്ല തെളിഞ്ഞ് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഡ്രൈ ആയി വന്ന് നല്ല ഡ്രൈ ആയി നല്ല കളറിന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇനി എപ്പോഴാണ് കഴിക്കുന്നത് ആ നേരത്തെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ചിക്കൻ ഡ്രൈ ഫ്രൈ എന്ന് പറയാം, നല്ലൊരു റെസിപ്പിയാണ് കേട്ടത്. അത് റെഡി ആയിട്ടുണ്ട്. എന്താ നോക്കി, നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അതിന് മേലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. വെറുതെ നമുക്ക് ഒരു കടലൊക്കെ പറക്കി കഴിക്കുന്ന പോലെ ചിക്കൻ ഇതുപോലെ എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ വേണമെന്ന് മാത്രം. ഞാൻ 1 കിലോ ചിക്കനാവും ഞാൻ എടുത്തിട്ടുണ്ടാവുക. അതിനനുസരിച്ചിട്ടാണ് ഒരു 30 ഓളം ചുവന്നുള്ളി എടുത്തത് കേട്ടോ. അത് തന്നെ എടുക്കാൻ നോക്കാം. അത് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എല്ലാവരും. എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ, അത് നല്ല ടേസ്റ്റാണ്. വെറുതെ നമുക്ക് ഒരേ പീസ് ഇങ്ങനെ വെറുതെ കുഞ്ഞു പീസാക്കി എടുക്കണം കേട്ടോ. അതേപോലെയൊക്കെ ചെറിയ പീസാക്കി എടുക്കുക. എത്ര ചെറുതാക്കാൻ നമുക്ക് പറ്റുന്നോ അത്ര ചെറുതാക്കി എടുക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. വലിയ പീസാക്കി എടുക്കരുത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസ് തന്നെ ആക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.